മൂന്നാറിലെത്തിയത്, അതുകൊണ്ട് ഉറക്കൊന്നുമില്ലായിരുന്നു. പിന്നെ കിട്ടിയ 1 മണിക്കൂറിൽ 1/2 മണിക്കൂർ ഉറങ്ങി തീർത്തു. ഞാൻ വിചാരിച്ച ഞാനേക്കും ഏറ്റവും കൂടുതൽ സാധനം പാക്ക് ചെയ്ത് കൊണ്ടുവരാം. പക്ഷേ ഈ ഇസ്തിരിപ്പെട്ടി കണ്ടതോടുകൂടി ആ ചിന്ത മാറി. ഈ വീഡിയോയിൽ കാണുന്ന ഈ കോടേന്റെ തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ നല്ലോണം തണുക്കുണ്ട് എന്ന് അഭിനയിച്ച് ഞാൻ തന്നെ അങ്ങോട്ട് സമാധാനിച്ച്. ഫുഡ് പ്രതീക്ഷിച്ചത്ര ബോറായില്ല, ഒരു ഓക്കെ ഫീൽ ആയിരുന്നു. തലേ ദിവസം രാത്രി തുള്ളിച്ചാടി ആത്മാവിനെ വരെ പുറത്തെടുത്തോണ്ട് അടുത്ത ദിവസം ഞാൻ ശാന്തതയുടെ പാതയിൽ പോവാന്ന് വിചാരിച്ചു. ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് നല്ല പാട്ടൊക്കെ വെച്ച് സുഖസുന്ദരമായി അങ്ങനെ പോയി. ആദ്യം നമ്മൾ എക്കോ പോയിന്റിൽ ഷോപ്പിങ്ങിന് പോയി. സംഭവം കാണാനൊക്കെ നല്ല രസമുണ്ടെങ്കിലും ഒടുക്കത്തെ വിലയായി. പിന്നെ എനിക്ക് വലിയ ബാർഗെയിൻ ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് 2-3 സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങോട്ട് ഒതുക്കി. ഈ ജിറാഫിനെ മേടിച്ചപ്പോൾ തന്നെ അതിന്റെ ഒരു കണ്ണു പോയിട്ട് അതിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വെരി സാഡ് ലൈഫ് ആയിരുന്നു അതിന്റെ. പിന്നെ നമ്മൾ കുണ്ടല ഡാം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പിന്നെ അങ്ങോട്ട് പോണേ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ടത് ഓരോന്ന് മേടിച്ച് തിന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ ഓൻ അങ്ങോട്ട് അഭിനയിച്ച് ജീവിച്ച് മരിച്ചു. പിന്നെ നമ്മൾ ഫുഡൊക്കെ തിന്ന് എനർജി ബൂസ്റ്റ് ചെയ്തതിന് ശേഷം വലിയ കടമ്പകൾ കടന്ന് എവിടേക്കോ പോയി. ആസ് യു നോ, ഓർമ്മ ലേശം കൂടുതലാണ്, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത്രയും വലിയ ഒച്ചപ്പാടും ബഹളത്തിന്റെ ഇടയ്ക്ക് ഉറങ്ങാനും വേണം ഒരു കഴിവ്. പിന്നെ പൈസ എന്നൊരു വിഷയമല്ല നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ തിന്നാനും കുടിക്കാനും മേടിച്ചു. ഇനി എന്ത് കഴിച്ചിട്ട് കാര്യമില്ല. വീഡിയോ എടുത്ത് പിന്നെ പോണ വഴിക്കൊക്കെ കുറേ നേരം ചാടിത്തുള്ളി കളിച്ചു. പിന്നെ ബസ്സിൻ്റെ അകത്തുനിന്ന് തുള്ളി എടുത്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഇങ്ങോട്ട് തുള്ളി. പിന്നെ കുട്ടികളും ടീച്ചേഴ്സും ഇഞ്ച് പോരാട്ടായിരുന്നു അന്താക്ഷരിയിൽ. ഇനി ഈ വ്ളോഗ് നീട്ടിക്കൊണ്ടായാലും ഞാൻ പാർട്ട് 2 വേറെ ഇടേണ്ടി വരും. അപ്പോൾ ഒക്കെ ശരി, ബൈ.